വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരും വിശിഷ്ട വ്യക്തിത്വങ്ങളുമായ ഏവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. ഒരുപാട് വാക്കുകൾ പറയുന്നില്ല. ശാലിനിയുടെ ഒരു സാംസ്കാരിക യാത്രയെക്കുറിച്ച് ഞങ്ങളുടെ ആദരണീയനായ ഗുരുനാഥൻ പറഞ്ഞ വാക്കുകൾക്കപ്പുറത്തേക്ക് എന്നെ സംബന്ധിച്ചൊന്നും പറയാനില്ല. എങ്കിലും കൈതപ്രം സാറിനോട് ഒരു അപേക്ഷയാണ്. അദ്ദേഹം കൊറിയോഗ്രാഫി ചെയ്ത സാറിൻ്റെ വരികളുടെ നൃത്താവിഷ്കാരം അല്പസമയമെങ്കിലും കണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ഞാൻ പറയുകയാണ്. ശാലിനിയെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഒരു കച്ചേരി അവതരണം എന്ന് പറയുന്നതിൻ്റെ ഒരു പൂർണ്ണതയെക്കുറിച്ച് സുദർശൻ സാറ് പറഞ്ഞു. 20 വർഷത്തോളമായി നൃത്തരംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശാലിനി. നിങ്ങൾ ചോദിക്കും, ഇപ്പോൾ ഒരു കച്ചേരി അവതരണത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ഇതുവരെ അവതരിപ്പിച്ചതൊന്നും നൃത്തമല്ലേ എന്നുള്ളൊരു സംശയം പലർക്കും ഉള്ളതായിട്ട് ശാലിനി പറയാറുണ്ട്. എന്താണ് ഒരു കച്ചേരി പ്രവേശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ഇങ്ങനെ ഓരോ സെക്ഷനായിട്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടം പൂർത്തിയാക്കുക. ഒരു നർത്തകിയെ സംബന്ധിച്ച് ഒരു നൃത്തത്തിൻ്റെ ഫുൾ റെപ്പർട്ടോയർ അവതരിപ്പിക്കുമ്പോഴാണ് ഒരു പൂർണ്ണത വന്ന നർത്തകിയായിട്ട് നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നത്. ആ ഒരു ചിട്ടയിൽ 2 വർഷത്തോളമായി നൃത്തം അഭ്യസിച്ച് ഒരു പൂർണ്ണത വന്ന ഒരു നർത്തകിയാണ് ശാലിനിയുടെ വിദ്യാർത്ഥികൾക്കും ഈ ഒരു നാടിനുമൊക്കെ ഞങ്ങളുടെ ഗുരുവിലൂടെ ഞങ്ങൾ സമ്മാനിക്കുന്നത്. ശാലിനിയുടെ നൃത്തം ഇവിടെ കേവലം ഒരു ചെറിയൊരു അവതരണം മാത്രമല്ല, ശാലിനിയെ പണ്ട് മുതലേ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരുടെ സാന്നിധ്യവും ഇന്ന് ഈ വേദിയിലുണ്ട്. അവരെ നമുക്ക് മറന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഗുരുവായൂർ പ്രകാശൻ സാറുണ്ട്, ജയ ആനന്ദൻ ടീച്ചറുണ്ട്, ശ്രുതി ശോഭി ചെന്നൈയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഈ പ്രിയപ്പെട്ട ഗുരുക്കന്മാരുടെ എല്ലാം കാച്ചിക്കുറുക്കിയ ഒരു പൂർണ്ണമായ രൂപമാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്. ശാലിനി ഈ വേദിയിൽ ആദരിക്കപ്പെടുമ്പോൾ അതിനേക്കാട്ടിലും സന്തോഷത്തിൽ ഈ വേദിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഗുരു ഇരിക്കുന്ന വേദിയിൽ ഇരിക്കാൻ പറ്റുക, അതിനേക്കാൾ ഉപരി ഗുരുവിൻ്റെ ഗുരു തോമസ് സാറിനോട് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു നന്ദി, ഞങ്ങൾക്കൊരു വലിയ മാണിക്യത്തെയാണ് തന്നിട്ടുള്ളത്. ഞങ്ങൾ ശാലിനി പറഞ്ഞ പോലെ തന്നെ ശാലിനിയുടെ കൂടെ ഞങ്ങളൊരു 6 പേരോളം സാറിൻ്റെ വീട്ടിൽ താമസിച്ച് തന്നെ പഠിച്ചു വരുന്ന നർത്തകരാണ്. കലാക്ഷേത്രയെ ഞങ്ങൾ എങ്ങനെയാണോ നമുക്കത് പഠിക്കാൻ പറ്റാതെ പോയതിൻ്റെ ഒരു കുറവ് പോലും അനുഭവിക്കാതെ ഞങ്ങൾ പഠിക്കുന്നത് സാറ് കൊടുത്തിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. നാളെ ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ ശാലിനിയുടെ കുട്ടികൾ ഇരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും 100% ആ ഒരു പ്യൂരിറ്റി ഞങ്ങൾ കാത്തു സൂക്ഷിക്കും എന്നുള്ള ഉറപ്പ് ഞങ്ങളുടെ ഗുരു ഞങ്ങൾക്ക് പകർന്നു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വേദിയിൽ എനിക്ക് ഇതിൻ്റെ ഒരു ആധികാരികമായ നമ്മുടെ നവീകരണ കലാശത്തെക്കുറിച്ച് പറയാനില്ല എങ്കിലും എല്ലാ പ്രേക്ഷകരെടുത്തും ഓരോ നാടിൻ്റെയും അനുഗ്രഹവും സംസ്കാരവും എന്ന് പറയുന്ന ആ നാടിൻ്റെ കലാകാരന്മാരാണ്. നമുക്കതൊക്കെ അവതരിപ്പിക്കാനേ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾ നാട്ടുകാരെ നമ്മളെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഏതൊരു കലയിലൂടെയും നമ്മുടെ ഒരു നാടിൻ്റെ സംസ്കാരത്തെ നമുക്ക് പല രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കും. കുട്ടികളിലും വലിയവരിലുമൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വലിയ മേഖലയാണ്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, അല്ലെങ്കിൽ ഒരു നൃത്തം അല്ലെങ്കിൽ ഒരു സംഗീതം അതിലെന്തിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുന്ന ആ ഒരു മേഖലയ്ക്ക് ഒരു നാടിൻ്റെ സംസ്കാരത്തെ വളരെയേറെ രൂപപ്പെടുത്താൻ സാധിക്കും. പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരിയെ നിങ്ങൾ എല്ലാവരും 2 കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള തെളിവാണ് ഇത്രയും നിറഞ്ഞൊരു സദസ്സ്. ഈ സന്തോഷവും അനുഗ്രഹവും ഞങ്ങൾക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തുടർന്ന് മുന്നോട്ടും ഒരുപാട് വേദികൾ നിറഞ്ഞു നിന്ന് നൃത്തം അവതരിപ്പിക്കുവാൻ ശാലിനിക്ക് സാധിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ ഒരു സ്നേഹോപഹാരം ശാലിനിക്ക് നൽകുന്നതിന് വേണ്ടി ധന്യ കൃഷ്ണകുമാറിനെയും വിദ്യാനാരായണനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്ന് ഈ വേദിയിൽ ഞങ്ങളുടെ ഒപ്പം നൃത്തം ചെയ്യുന്ന നർത്തകരാണ്
നന്ദി, നമസ്കാരം.